അപ്പോൾ നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി വിതരണത്തിനുള്ള സാധനങ്ങളുമായി കുരിശുപള്ളിയിലോട്ട് പോകുകയാണ്. നമ്മുടെ ഇടവക പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് കുരിശുപള്ളിയിലോട്ട്. കുരിശുപള്ളിയിലോട്ട് നമ്മൾ കുരിശിൻ്റെ വഴിയായിട്ടാണ് വരുന്നത്. അതിനുശേഷമാണ് കഞ്ഞി വിതരണം. പള്ളി നമുക്കിപ്പോൾ കാണാം. നമ്മൾ കുരിശിൻ്റെ വഴി വന്ന് കയറുന്ന കുരിശുപള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത്. ഇവിടെ വഴി ഒരു ഇച്ചിരി ചെറുതാണെങ്കിലും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത് കാണാം. ഇതാണ് നമ്മുടെ കുരിശുപള്ളി. നമ്മളിവിടെ എത്തി സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് പണി തുടങ്ങി. മനിച്ചേട്ടൻ ബമ്പർ ചിരി. അപ്പോൾ നമ്മൾ പാത്രങ്ങളും കസേരകളും എല്ലാം കൊണ്ട് പള്ളിക്കൽ ഇറക്കിയിട്ടുണ്ട്. ഇനി കഞ്ഞി പയറിനുള്ള സാധനങ്ങൾ ഇറക്കാനായിട്ട് കിച്ചണിലോട്ട് പോവാം. മനുഷ്യനാണെങ്കിൽ ഇപ്പം തന്നെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് എല്ലാവരെയും ക്യാൻവാസ് ചെയ്യാണ്. അച്ചാറാന്ന് വിചാരിച്ചോളൂ അല്ലേ? അത് മേളിലോട്ടൊന്ന് വലിച്ചാൽ പോരും കുറച്ച്. ഒരാളെങ്കിലും ഉണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ. പണിയെടുക്കണേ കണ്ടോ? ഞാൻ നന്നായിട്ട് പണിയാന്ന് അല്ലേ? ലൈവ് ഉണ്ട്, പണിയുണ്ട്. അപ്പോൾ പാത്രങ്ങളെല്ലാം നമ്മൾ ഇന്നലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം 4 മണിയായി. ഞാനും അമ്മയും കൂടെ വാഴയ്ക്ക അരിയാനും പയർ വേവിക്കാനും കറി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. ബാക്കി ഇടവകയിലെ അംഗങ്ങളും ചേച്ചിമാരും എല്ലാവരും കൂടെ കിച്ചണിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലെത്തി. ജിയോ ചേട്ടൻ ഡോറെല്ലാം തുറന്നു തരികയാണ്. ജിയോ ചേട്ടന് കാറ്ററിംഗ് സർവീസ് ഉണ്ട്. ഇവിടെ കിച്ചണിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നലെ കൊണ്ടുവച്ച വാഴയ്ക്കയും ഇന്നലെ വൈകിട്ട് നമ്മൾ പയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അതെല്ലാം ഇവിടെ ഉണ്ട്. വാഴയ്ക്കത് അമ്മയും ചേച്ചിയും കൂടെ അരിയാൻ തുടങ്ങി. അരിയാനല്ല, നമ്മൾ തൊലിയൊക്കെ പൊടിക്കാൻ തുടങ്ങി. പയർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. ബാക്കി ചേച്ചിമാരെല്ലാവരും ഇപ്പോൾ വരും. ചേച്ചിമാർ ചേട്ടന്മാരും എല്ലാം വരും. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് പണിയുള്ളൂ. കുറച്ച് ചേച്ചിമാർ എത്തിയിട്ടുണ്ട്. അപ്പം അവരവിടെ വാഴയ്ക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് ശരിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ അരിയാൻ തുടങ്ങാനുള്ള പരിപാടിയാണ്. വാഴയ്ക്ക അരിയാൻ തുടങ്ങാം. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് ചേച്ചിമാരോട് വാഴയ്ക്ക കൊണ്ട് തന്നിട്ടുണ്ട്. അത് അരിയാൻ പോവാം. കൂടെ ഓരോന്നോരോന്ന് ഐറ്റംസൊക്കെ ആയിട്ട് തൊലി പൊളിച്ചും അരിഞ്ഞും എല്ലാം തീർത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് പയർ കഴുകി വാരി വേവിക്കാൻ വെക്കാം. സാധനങ്ങളെല്ലാം വേവിച്ച് കറി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയർ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയ്ക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്.
പയർ വെന്തിട്ടുണ്ട്. അതിനുള്ള അരപ്പ് നമ്മളിത് റെഡിയാക്കി വെച്ചേക്കാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ വാഴയ്ക്ക അതിനകത്തോട്ടാണ്. വാഴയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ അരപ്പ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ അടച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് വാഴയ്ക്ക ഇരുന്ന് വേകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ അരപ്പ്. നോക്കിക്കേ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം കൂടെ അരച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുക. അതേ നമ്മൾ അരപ്പ് എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക. ഇതാണ് അരപ്പ് ചേർക്കുന്ന പരിപാടി. അപ്പം വെന്തിട്ടുണ്ട്, വാഴയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് ഇങ്ങനെ വെതറി അതിനകത്തോട്ട് ഇടുകയാണ്. ആ ഒരു പച്ചപ്പോടെ നമുക്ക് ഇളക്കിയെടുത്താലാണ് സെറ്റാവുള്ളൂ. 5 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് സെറ്റാക്കിയെടുക്കും. നമ്മളിപ്പോൾ പള്ളിക്കലോട്ട് പോവാണ്. അവിടെ നമ്മൾ ഇന്നലെ ബുധനാഴ്ച ഇട്ട് വെച്ച അച്ചാർ ഇരിപ്പുണ്ട്. അത് സെറ്റായെന്ന് നോക്കണം. അത് മാത്രമല്ല ചേട്ടന്മാർ കഞ്ഞിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ടാകും കൂടെ നമുക്ക് നോക്കണം. നമ്മൾ പയർ കിച്ചണിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ട് വന്നത്. കഞ്ഞി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവർ വാങ്ങുകയാണ് കഞ്ഞിയെല്ലാം. ഇനി നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യം നോക്കാം. താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ വീണ്ടും കുരിശുപള്ളിക്ക് എത്തിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ കുരിശിൻ്റെ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം വെള്ളം എടുത്തു വെക്കാനായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളെല്ലാം സജ്ജീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കുരിശിൻ്റെ വഴി ഇപ്പോൾ ഏകദേശം നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തും. ആ സമയത്ത് നമുക്ക് കഞ്ഞി വിതരണവും വെള്ളം വിതരണവും എല്ലാം ചെയ്യണം. സ്നേഹം കീറങ്ങിറങ്ങി പാവന സ്നേഹപ്രകാശതാരം നിന്നെ ചുമത്തേണ്ട സ്നേഹത്തിളമ്പിന് നിർദ്ദയം ക്രൂശിലേറ്റി. നന്ദിയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാഥാ പൊറുക്കേണമേ. നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവർ നൽകേണമേ നിൻ വരങ്ങൾ. ഉപ്പ് കൊടുക്കരുത്.